അപ്പൊ അത് കഴിച്ചിട്ട് വരാം. ചായ ഇങ്ങനെ നല്ല വൃത്തിയായിട്ട് കഴിയുക അല്ലേ, കൊടുക്കണം. ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പം ഇന്ന് പീരീഡ് ഡേ 2 ആണ് കേട്ടോ. അപ്പം ഇന്നും അമ്മയ്ക്കാണ് രാവിലെ അടുക്കളയിലായാലും എല്ലായിടവും ജോലിയും കാര്യങ്ങളും ഒക്കെ ഓക്കെ. അപ്പം നമ്മൾ ഇന്നലെ പീരീഡ് ഡേ 1 ബ്ലോഗ് ഇട്ടിട്ടുണ്ടായിരുന്നു, കാണാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ പോയി കണ്ടേക്കുക. അപ്പോൾ ഇന്ന് പീരീഡ് ഡേ 2 ആയതുകൊണ്ട് തൊണ്ടയ്ക്ക് എത്ര ബുദ്ധിമുട്ടുണ്ടെങ്കിലും എങ്ങനെയൊക്കെ ആണെങ്കിലും ശരി, 2 എന്ന് പറഞ്ഞാൽ ഒരു അങ്ങനെ ഡേ ആണല്ലോ. അപ്പം ഞാൻ രാവിലെ പോയി കുളിയെല്ലാം കഴിഞ്ഞിട്ട് ഇരിപ്പുണ്ട്. ഇനി അമ്മയാണെങ്കിൽ അപ്പവും കിഴങ്ങേറെ അടുക്കളയിൽ ഉണ്ടാക്കുന്നുണ്ട്, പോയി നോക്കാം നമുക്ക്. ഹലോ മക്കളെ. അപ്പൊ ഇന്നെന്തോ അമ്മ രാവിലെ പരിപാടി? രാവിലെ അപ്പം ചുടുന്ന് കിഴങ്ങറി വെച്ച് രാവിലത്തെ കാപ്പി അതാണ്. അപ്പൊ അച്ചായിക്ക് കൊടുത്തയച്ചായിരുന്നോ? രാവിലെ പോറ്റിക്ക് കൊടുത്തയച്ചു. പോറ്റിക്ക് എത്ര മണിക്കാ കൊടുത്തയച്ചേ? 4:30 ആയപ്പോ കൊടുത്തയച്ച്. അപ്പൊ രാവിലെ നമ്മൾ ഇന്നലത്തെ വീഡിയോ കണ്ടവർക്ക് അറിയാം, അപ്പത്തിന് രാവിലെ അരിയൊക്കെ ആട്ടി വെച്ചതല്ലേ. അപ്പൊ ആ അരി ആട്ടിയ മാവ് കൊണ്ട് ഉണ്ടാക്കിയതാണ് നമ്മൾ ഈ കാണുന്ന അപ്പം. കണ്ടില്ലേ, നല്ല അടിപൊളി അപ്പമാണ് അമ്മ രാവിലെ ചുട്ടോണ്ടിരിക്കുന്നത്. കണ്ടോ അമ്മ ആട്ടി വെച്ചേക്കുന്ന മാവ്. അപ്പം കരിഞ്ഞു പോവും. അപ്പൊ കരിഞ്ഞു പോകുന്നതിന് മുമ്പ് അപ്പം എടുത്തോ. അപ്പം എടുത്തോളൂ. എന്താ നല്ല സൂപ്പർ അപ്പം. അപ്പൊ കൂട്ടുകാരെ, അടുത്ത അപ്പത്തിനുള്ള മാവാണ് അമ്മയോട് ഒഴിക്കുന്നത് കേട്ടോ. ഞാൻ രാവിലെ ഒരു 2 അപ്പമൊക്കെ കഴിക്കാറുള്ളേ. ഇനി നമ്മുടെ മാവിനെ നല്ല രീതിയിലൊന്ന് കറക്കി കൊടുക്കണം. കണ്ട കൂട്ടുകാരെ, നമ്മുടെ കിഴങ്ങ് കറി ഇതാണ് അമ്മ ഉണ്ടാക്കിയ രാവിലത്തെ കിഴങ്ങ് കറി അല്ലേ. അപ്പൊ ഞാൻ 2 അപ്പമേ കഴിക്കത്തുള്ളൂ. അപ്പൊ അപ്പം കഴിക്കാൻ പോവാ കേട്ടോ. എന്തായാലും എന്താ പറയണ്ടേ, എനിക്ക് പിന്നെ ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ഇന്നലത്തെ വ്ളോഗിൽ ഞാൻ പറഞ്ഞിരുന്നു, നമുക്ക് പീരീഡ് 2 ആയാലും പീരീഡ് 3 ആയാലും 4 ആയാലും ഒന്നും വേദനയും കാര്യങ്ങളൊന്നും ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് ഇതുവരെ ഇല്ല. അങ്ങനെ അപ്പൊ അതുകൊണ്ട് നമുക്ക് എല്ലാ ദിവസവും കണക്ക് തന്നെ ഉള്ളൂ എനിക്ക് കേട്ടോ. ഇങ്ങനെയുള്ള ദിവസങ്ങളും വേദനകൾ ഇല്ലാത്തത് കൊണ്ട് അതൊഴിച്ചാല് അപ്പൊ രാവിലെ തന്നെ അപ്പവും കിഴങ്ങേറിയും കൂടാണ് കഴിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പൊ നല്ല ചൂടപ്പമാണേ, കണ്ടില്ലേ, ചൂടപ്പത്തിനകത്തേക്ക് ഇത്തിരി കിഴങ്ങേറിയും കൂടി വെച്ചിട്ട് കഴിക്കുവാണേ. അപ്പൊ അത് കഴിച്ചിട്ട് വരാം. അങ്ങനെ അപ്പവും കിഴങ്ങേറി എല്ലാം കഴിച്ചതിന് ശേഷം നേരെ നമ്മുടെ ഇൻ്റർലോക്കിലോട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ, മുറ്റമൊക്കെ നല്ല രീതിയിൽ തൂക്കാനായിട്ട്. അപ്പോഴത്തേക്ക് അമ്മയാണെങ്കിൽ മുറ്റത്തേക്ക് വന്നിട്ടുണ്ട് ചെടിക്ക് വെള്ളം ഒഴിക്കാൻ. നമുക്ക് പീരീഡ് ആയിട്ടിരിക്കുന്ന സമയങ്ങളിൽ ചെടിക്കൊക്കെ വെള്ളം ഒഴിച്ചാൽ കരിഞ്ഞു പോകുമെന്നാണ് അമ്മ എൻ്റെ അടുത്ത് പറയാറുള്ളത് കേട്ടോ. അതുകൊണ്ട് അമ്മ തന്നെ ജോലിയുടെ ഇടയിൽ വന്ന് ചെടിക്ക് വെള്ളം ഒഴിക്കാറാണ് കേട്ടോ. എന്തിനാ ഇപ്പോൾ തേങ്ങ തിരുകുന്നേ? ചമ്മന്തിക്ക് അരയ്ക്കുവാണോ? തേങ്ങ ഇടുക. തേങ്ങ ഇട്ട് മുളക് പൊടി ഇട്ട് ആകുമ്പോ ചമ്മന്തിയായി. ബാക്കിയുള്ള എല്ലാം ഇട്ട് അരച്ച്, പുളിയും എല്ലാം ഇട്ട് അരച്ച്, പുളി, ഉപ്പ്, പച്ചമുളക്, ഇഞ്ചി, ചെറിയ ഉള്ളി എല്ലാം കൂടി ഇട്ട് ആദ്യം അരച്ച് അതിന്റെ മീതെയാണ് നമ്മൾ തേങ്ങായും മുളക് പൊടി ഇട്ട് കൊടുത്താൽ മുളക് പൊടി ഇട്ട് കൊടുക്കും. മക്കളെ, അമ്മയുടെ ചമ്മന്തി സൂപ്പർ ഉണ്ടാ, നോക്കട്ടെ. അപ്പൊ കൂട്ടുകാരെ, ഇന്ന് അമ്മയുടെ സ്പെഷ്യൽ ചമ്മന്തി ഇവിടെ തയ്യാറായിട്ടുണ്ടല്ലേ. ഇതാണ് അമ്മ അരച്ച് ഉണ്ട പൊരിച്ച ചമ്മന്തി. ഇഞ്ചി, പച്ചമുളക്, ചെറിയ ഉള്ളി, ഉപ്പ്, മുളക് പൊടി, ഇത്രയും പിഴിപുളി. ഞാൻ ചെയ്യുന്നെന്ന് പറയുന്നത് ഈ ഇഞ്ചി, പച്ചമുളക്, ഉപ്പ്, പുളി ഇതെല്ലാം കൂടി ഇട്ടൊന്ന് കറക്കും. അതിനുശേഷമേ തേങ്ങ ഇടും, മുളക് പൊടി ഇടും. ഓക്കെ, സൂപ്പർ ചമ്മന്തി. എങ്ങനെയുണ്ട്? ചമ്മന്തിയും തൈരും നാരങ്ങ അച്ചാറും ആണ് ഇന്നത്തെ സ്പെഷ്യല് അല്ലേ. ചമ്മന്തി എല്ലാം അരച്ചു കഴിഞ്ഞ് നേരെ അമ്മ തേണ്ടേ അലക്കാൻ വേണ്ടി അലക്ക് കല്ലിൻ്റെ അടുത്ത് പോയിട്ട് നല്ല അടിച്ചു തല്ലി അങ്ങോട്ട് കഴുകിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അമ്മയ്ക്ക് എല്ലാ ജോലിയും ചെയ്യും, ആകെപ്പാട് തുണി കഴുകാനാണ് ഒരു വയ്യാഴിക കേട്ടോ. ഒത്തിരി തുണി ഉണ്ട് താനും. അങ്ങനെ അമ്മ എവിടെ തുണി കഴുകുന്നതെല്ലാം കണ്ട് ഞാൻ ഇനി പോരുന്ന കാര്യം, നമുക്കിപ്പോൾ ഈ ഒരു സമയത്ത് തുണിയൊന്നും കഴുകാൻ പറ്റില്ല കാര്യം ക്ഷേത്രങ്ങളിൽ ഇട്ടുകൊണ്ടൊക്കെ പോകേണ്ട തുണികളായതുകൊണ്ട് ഞാൻ അങ്ങനെ ഈ സമയങ്ങളിൽ കഴുകാറില്ല കേട്ടോ. അങ്ങനെ വന്ന് എൻ്റെ റോസാക്കുട്ടിയെ നോക്കുവാണേ. ഇവളിങ്ങനെ വിരിഞ്ഞ് നിൽക്കുന്ന കാണുമ്പോൾ മനസ്സിന് എന്തൊരു സന്തോഷമാണെന്നോ. ഇവൾ അടുത്ത് വരുമ്പോഴേ നല്ല മണമാണേ. അങ്ങനെ അച്ചായി ആണെങ്കിൽ ഇതേ അമ്പലത്തിൽ നിന്ന് വന്നിട്ടുണ്ട് കേട്ടോ. അമ്മയാണെങ്കിൽ ചമ്മന്തി എല്ലാം അരച്ച് കഴിഞ്ഞ് ആ വഴി നേരെ തുണി കഴുകാൻ പോയി തുണി കഴുകിക്കൊണ്ടിരിക്കുവാണേ. അപ്പോൾ അമ്മ കുടിക്കാൻ വെള്ളം വെച്ചിട്ടാണ് പോയത്. അപ്പോൾ വെള്ളം അച്ചായി ഇറക്കി വെച്ചു. ഞാൻ പറഞ്ഞില്ല എപ്പോഴും നമ്മൾ ഫ്ലാസ്കിനകത്ത് ചൂടുവെള്ളം എടുത്ത് വെക്കുമെന്ന്. അപ്പോൾ ഫ്ലാസ്കിൻ്റെ അടപ്പൊക്കെ അച്ചായി ഇങ്ങനെ നല്ല വൃത്തിയായിട്ട് കഴുകുക അല്ലേ അച്ചായി? നമ്മുടെ കൂട്ടുകാർക്കൊക്കെ ഒരു ഹായ് ഓട്.
തുണി കഴുകി അമ്മക്ക് മടുത്ത് പോയി കേട്ടോ. നമുക്ക് ഞാൻ പറഞ്ഞില്ല എന്നാ ഒത്തിരി തുണി കാണും കഴിയാൻ. പിന്നെ ഞാൻ ഒരുവിധം കഴിവും. എനിക്കിന്ന് ഈ പീരീഡിൻ്റെ 2ാമത്തെ ദിവസമൊക്കെ ആയിട്ട് നമ്മൾ അമ്പലത്തിൽ പോകുന്ന തുണികളൊക്കെ ഉണ്ട്, അധികം ഞാൻ കഴുവത്തില്ല. ഉച്ചയ്ക്ക് ചോറും ഒക്കെ കഴിച്ചു. അതിനുശേഷം എൻ്റെ കിടക്കയൊക്കെ വിരിച്ച് ഞാനാണെങ്കിൽ ഇത്ര നേരത്തെ അങ്ങ് കിടക്കുവാണ് കേട്ടോ. ഞാൻ ഇച്ചിരി നേരത്തെ കിടന്നു. ഈ അച്ചായിയൊക്കെ കുറച്ച് കഴിയുമ്പോഴേ അച്ചായും അമ്മയൊക്കെ വന്ന് കിടക്കത്തുള്ളൂ. അവർ രണ്ടുപേരും സിറ്റ് ഔട്ട് ഇരിക്കുവാണേ. മക്കളെ വൈകുന്നേരമായി, രാത്രി ആഹാരം എന്ന് പറഞ്ഞാൽ പുട്ടും പഴവും ആക്കാന്ന് വിചാരിച്ചു. എന്തിരി പുട്ട? അരിപ്പുട്ട, ഗോതമ്പ് പുട്ടാണ്. ഓക്കെ, ഞാനത് നനച്ചോണ്ടിരിക്കുക. ഓക്കെ, നനച്ചിട്ട് കാണാം. വൈകിട്ട് കുളിയെല്ലാം കഴിഞ്ഞു. ഓക്കെ, അപ്പൊ അമ്മ ആ പുട്ട് നനയ്ക്കുകയാണ് കൂട്ടുകാരെ. ഗോതമ്പ് മാവ് നനയ്ക്കാൻ ഇത്തിരി പാടാണല്ലേ? കുഴപ്പമില്ല, എന്നാലും നനച്ചെടുക്കാം. അങ്ങനെ പുട്ടിന് നനയ്ക്കുന്നത് നിങ്ങൾ കണ്ടല്ലോ അല്ലേ? ഇനി അമ്മ പുട്ട് ഒഴുകാൻ പോവാണ് കേട്ടോ. ഞാൻ വിചാരിച്ചു അമ്മയ്ക്ക് ഇനിയിപ്പോൾ ഓട്സും കൂടെ കാച്ചുന്ന ഒരു ജോലി കൊടുക്കണ്ട. ഞാൻ വിചാരിച്ചാ ഇന്നിപ്പോൾ ഒരു ദിവസത്തെ കാര്യമല്ലേ. ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യും, നിങ്ങൾ രണ്ടുപേരും പുട്ടല്ലേ എന്തായാലും രാത്രി കഴിക്കുന്നത്, എന്നാൽ പിന്നെ എനിക്കും കൂടി ഇന്ന് രാത്രി ഗോതമ്പ് പുട്ട് മതി. കുഴപ്പമില്ല, ഗോതമ്പിൻ്റെ നമുക്ക് കഴിച്ചാൽ കുഴപ്പമില്ല കേട്ടോ. അങ്ങനെ ഞാൻ പുട്ട് മതി എന്ന് പറഞ്ഞ് അമ്മ എല്ലാവർക്കും പുട്ടുണ്ടാക്കിയേ. അങ്ങനെ താണ്ട നല്ല ചൂട് പുട്ടാണ് അമ്മ ഇവിടെ താണ്ട എനിക്ക് പാത്രത്തിലേക്ക് ആദ്യം എനിക്കുള്ള പുട്ടാണ് തയ്യാറാക്കി തന്നത്. നമ്മളെ പുട്ടിവിടെ റെഡിയായേ. ഓക്കെ, ലാസ്റ്റ് പുട്ടാണതല്ലേ? ലാസ്റ്റ് പുട്ടാ. അപ്പൊ നമ്മളെ ഇന്നത്തെ ചെറിയൊരു വീഡിയോ ആയിരുന്നല്ലേ? ചെറിയൊരു വീഡിയോ, ഞാൻ ജോലി ചെയ്തേ. അപ്പൊ നമ്മളെ ഇന്നത്തെ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് അടിക്കാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്താനും ഒന്നും മടിക്കണ്ടല്ലേ? അതെ, എല്ലാ കൂട്ടുകാർക്കും ടാറ്റാ.